ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് മാങ്ങയുടെ ഡിഷ് തയ്യാറാക്കിയാലോ. മാങ്ങയുടെ കാലമായതുകൊണ്ട് എല്ലായിടത്തും മാങ്ങ ഉണ്ടാവും. അപ്പോൾ നേരിയ പഴുത്തൊരു മാങ്ങ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയും അതല്ലാതെ നമുക്ക് വെറുതെയും കഴിക്കാൻ നല്ല അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങ ഒന്ന് കനം കുറച്ച് അരിഞ്ഞ് വെക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ കറിവേപ്പില. പിന്നെ നമുക്കതിലേക്ക് ആവശ്യം കടുക്, ഉലുവ. അപ്പോൾ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് ഉലുവയൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിടത്തൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങാ കഷ്ണങ്ങൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഉപ്പും കൂട്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടപ്പ് വെച്ച് മൂടി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ശർക്കര അലിയിച്ചെടുത്തതിന് ശേഷം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ 2 ശർക്കരയുടെ കച്ചിയാണ് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റിയാണ്. അല്ലാതെ നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും. താങ്ക് യു.